കോലം കണ്ടാൽ തന്നെ അറിയാലോ അല്ലേ, ഞങ്ങൾ ഇങ്ങോട്ട് കയറിയിട്ട് കുറേ നാളായിന്ന്. ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അത് പിന്നെ ഇപ്പൊ നമുക്ക് ഒന്നുകൂടി പറയാം. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നീ ഇനി പറയണ്ട, ഞാൻ പറയാം. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ സ്റ്റഡി റൂമിന്റെ എൻറ്റയർ ചേഞ്ച് ചെയ്യാൻ പോവാ. സോ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ സ്റ്റഡി റൂമിൻ്റെ ചേഞ്ച് മാറ്റണം എന്ന് ആദ്യമേ തന്നെ പ്ലാൻ ചെയ്തപ്പോഴത്തേക്കും മനസ്സിൽ വന്നൊരു ഐഡിയ ആണ് എന്തുകൊണ്ട് പിങ്ക് കളറാക്കി കൂടാന്ന്. അപ്പം ആദ്യം തന്നെ ഈ ടേബിളിനകത്തിരിക്കുന്ന സാധനങ്ങൾ എത്രയും പെട്ടെന്ന് മാറ്റണം. സോ 1 2 and 3. ഇനി ഇത് തുടയ്ക്കുകയും വേണം. ഇതാണ് ഞങ്ങളുടെ ടേബിളിൻ്റെ ഇപ്പോഴത്തെ കോലം. അത്യാവശ്യം ക്ലീൻ ആയിട്ടുണ്ട്. പിന്നെ ഒരു പിങ്ക് ടെക്സ്ചർ കംപ്ലീറ്റ് ആയിട്ട് കൊണ്ടുവരാനും പറ്റിയിട്ടുണ്ട്. അപ്പോഴാണ് നന്ദ പറഞ്ഞത് എന്തുകൊണ്ട് തറയിലെ ഷെയ്ഡും കൂടി മാറ്റിക്കൂടാന്ന്. ഞങ്ങൾക്ക് ടൈൽസ് ഒട്ടിക്കാനൊന്നും അറിയത്തില്ല, പക്ഷെ ഞങ്ങൾ സ്റ്റിക്കർ എടുത്ത് പറഞ്ഞ കീറി അങ്ങ് സെറ്റ് ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ഡ്രീം ക്യാച്ചേഴ്സും കൂടി ഉണ്ട്. ഇതിനെയും കൂടി എടുത്ത് നമുക്കിത് ഇവിടുത്തെ ലെഫ്റ്റും റൈറ്റും കൂടി ഒട്ടിച്ചങ്ങ് സെറ്റപ്പാക്കി എടുത്തേക്കാം. സോ അതിൻ്റെ ലുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഇതാണ് ഡ്രീം ക്യാച്ച് ഒട്ടിച്ചതിന് ശേഷമുള്ള ഫൈനൽ ലുക്ക്. അത്യാവശ്യം ഓക്കെയാണ്. പിന്നെ ഈ നടുക്കിടുന്ന ഡ്രീം ക്യാച്ചർ ലൈറ്റ് എത്തും. ഇതാണ് അതിൻ്റെ ലുക്ക്. അത്യാവശ്യം ഓക്കെ ആണ്, പിന്നെ ഭയങ്കര ബ്രൈറ്റ്നസ് ഒന്നുമില്ല. അങ്ങനെ സ്റ്റഡി റൂമിൻ്റെ കംപ്ലീറ്റ് ലുക്ക് ഇതാണ്. ഒരു പിങ്ക് എല്ലാം സെറ്റപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി കാണാം. ബൈ.